ഹലോ വെൽക്കം ബാക്ക്. ഐഷോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്നൊരു നല്ലൊരു റൈസ് റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റൈസ് റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുപോലൊക്കെ ചോറ് ഉണ്ടാക്കുവാണെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാം, അതുപോലെ തന്നെ ടേസ്റ്റും കിടിലുമാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റൈസ് റെസിപ്പി, അതായത് കപ്സ റെസിപ്പി എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം. പിന്നെ ഞാൻ കുറേ മുമ്പ് ഒരു കപ്സ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2 വർഷം മുമ്പ്. അപ്പം ആ ഒരു റെസിപ്പിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കാം. കാരണം അതിൽ ഞാൻ കപ്സ പൗഡർ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളെടുത്തിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊലിയില്ലാത്ത ചിക്കൻ പീസസാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുക്കുക. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വിനാഗിരിയിൽ കുറച്ച് നേരം ഇട്ട് വെക്കണം. നമ്മൾ അറബിക് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് വിനാഗിരിയിലോ അല്ലെങ്കിൽ ബട്ടർ മിൽക്കിലോ കുറച്ച് നേരം ചിക്കൻ ഇട്ട് വെക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കപ്സ മസാല വേണം. അപ്പം ഈ കപ്സ മസാല റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഇല്ലാത്തവർക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇതിപ്പം ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള കപ്സ മസാലയാണ്. അപ്പം വീട്ടിൽ എങ്ങനെയാണ് കപ്സ മസാല ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ പിൻഡ് കമൻ്റായിട്ട് കൊടുക്കുക. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കപ്സ മസാല എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വിനാഗിരിയിൽ ഇട്ട് വെച്ചിട്ടുള്ള ചിക്കനിൽ ഇതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ കപ്സ മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. 1 കിലോ ചിക്കനിലേക്ക് 3 ടേബിൾ സ്പൂൺ മതിയാവും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഈ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഈ ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. അപ്പം നമ്മൾ ആദ്യം ഈ ചിക്കന് ഈ വിനാഗിരിയിൽ കുറച്ച് നേരം ഇട്ട് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇട്ട് വെക്കുന്നില്ല എന്നാണെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇതുപോലെ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുത്താലും മതിയാവും. പക്ഷേ ചിക്കനിൽ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കണം. അപ്പോൾ കുറച്ച് നേരം ഇതിങ്ങനെ വെക്കട്ടോ, ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെക്കുക. അത് ബെസ്റ്റാണ് അങ്ങനെ വെക്കുകയാണെങ്കിൽ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ അരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ്. ഈ ഒരു കപ്പിൽ ഒരു 5 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ അറബിക് റൈസ് ഏതായാലും, മന്തി ആയാലും കപ്സ ആയാലും മജ്ബൂസ് ആയാലും എല്ലാത്തിലും നല്ലത് സെല്ല ബസ്മതി റൈസാണ്. അപ്പം ഇതിപ്പം സാധാ ബസ്മതി റൈസാണ്. സെല്ലയ്ക്ക് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് കാണാൻ തന്നെ കുറച്ച് വ്യത്യസ്തമാണ്. അപ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ സെല്ല ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് ഇവിടെ ഉണ്ട്. ഞാൻ മുമ്പത്തെ മന്തി റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സെല്ല ബസ്മതി റൈസ് എന്താണെന്നുള്ളതൊക്കെ. അപ്പം ഇതിപ്പോൾ സാധാ ബസ്മതി റൈസ് ആട്ടോ. ഇത് ദയവായ ബസ്മതി റൈസാണ്. നീളമുള്ള അരിയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് ഒരു 10-15 മിനിറ്റ് മാത്രം സോക്ക് ചെയ്ത് വെക്കട്ടോ, അതിൽ കൂടുതൽ വെക്കേണ്ട. അപ്പോൾ ഇനി നമുക്ക് കപ്സ റെഡിയാക്കാം. അപ്പോൾ അതിനായിട്ട് വലിയൊരു പാത്രം എടുക്കുക. നോൺ സ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രാനൈറ്റോ അല്ലെങ്കിൽ മാർബിൾ കോട്ടഡ് പാത്രമൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി അതിലേക്ക് ഒരു 100 ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കുക. അപ്പം ഈ ഒരു റൈസിലേക്ക് നമുക്ക് ബട്ടർ നിർബന്ധമാണ്. ബട്ടർ ഇല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ചേർത്താൽ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ബട്ടർ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കുക, അല്ലെങ്കിൽ ബട്ടർ കരിഞ്ഞു പോവും. ആ ഒരു കളർ വ്യത്യാസം വന്നാൽ അല്ലെങ്കിൽ ടേസ്റ്റിൽ വ്യത്യാസം വന്നാൽ പിന്നെ ആകെ മൊത്തം ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് മെൽറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ബദാമും അതുപോലെ ഉണക്കമുന്തിരിയും കൂടി ഒന്ന് വറുത്ത് കോരിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പരിപാടി വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചെയ്തിട്ട് അത് അങ്ങനെ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിപ്പം വെറുതെ ഇനി ഓയിൽ വേസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഈ ബട്ടറിൽ തന്നെയാണ് ഞാനത് എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഈ ചൂടായ ബട്ടറിലേക്ക് വളരെ കുറഞ്ഞ ഫ്ലെയിം തന്നെയാണ് എപ്പോഴും. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതല്ല, കുരുമുളക് പെപ്പർ കോൺസാണ്. അതുപോലെ തന്നെ ഒരു 2-3 ബേ ലീവ്സ്, പിന്നെ കുറച്ച് ഏലയ്ക്ക, ഒരു 5-6 ഏലയ്ക്ക മതി. എല്ലാം കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് പിന്നെ നമുക്കിതിലേക്ക് 2 സവാള, വലിയ സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിയാം. വളരെ കുഞ്ഞതായിട്ട് അരിയേണ്ട, എന്നാലും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് കളർ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. വല്ലാണ്ട് ബ്രൗൺ കളറൊന്നും ആവണ്ട, പക്ഷേ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഒന്ന് ചെറുതായിട്ട് കളറ് മാറണം. അപ്പോൾ സവാള നന്നായിട്ട് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഇതുപോലെ പരത്തി വേണം ഇട്ട് കൊടുക്കാൻ. മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് റെഡിയായി കിട്ടില്ല. അപ്പം ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. പിന്നെ ബാക്കിയുള്ള മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഒരു വശം ചെറുതായിട്ടൊന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഒരുപാട് നേരം ഫ്രൈ ആക്കിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മസാല ചിക്കനിലൊന്ന് ചെറുതായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനാണ് പറയുന്നത് ചിക്കനിൽ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കണം. അപ്പോൾ മസാല നന്നായിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് ഒന്ന് കട്ടിയിൽ മസാല തേച്ച് പിടിപ്പിക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ തക്കാളി എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ചേർക്കേണ്ട, തക്കാളി മാത്രം എടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ആ ഒരു അരച്ചെടുത്ത പേസ്റ്റ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കണം. ചിക്കന് 2 വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായ ശേഷം വേണം ഈ തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കനിലെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരും, അതുകൊണ്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇപ്പം. പിന്നെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പം ഉപ്പ് കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചെണ്ണം കഴിഞ്ഞപ്പോൾ ആ ചിക്കനിൽ കുറച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് ഞാനിത് ക്യാപ്സിക്കം ഒരെണ്ണം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ചേർക്കാൻ കാരണം ക്യാപ്സിക്കം നല്ലൊരു മണമായിരിക്കും ഇങ്ങനത്തെ ഈ ഒരു റെസിപ്പീസിലൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും നിർബന്ധമില്ല, പച്ചമുളക് ചേർത്താലും മതി. പിന്നെ ഇതിലേക്ക് കുറച്ചുകൂടെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം, ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട്. അപ്പം തക്കാളി നല്ല പുളി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഇതിപ്പോൾ തക്കാളി ചെറിയൊരു പുളിപ്പ് കുറവുണ്ടായിരുന്നു, ടേസ്റ്റ് നോക്കുക. അപ്പോൾ ചെറിയൊരു പുളി കുറവുണ്ടായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വിനാഗിരി ചേർക്കുന്നുണ്ട്. അപ്പോൾ അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കന് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. അതായത് ചോറ് വേവാനുള്ള വെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 5 കപ്പ് അരിയാണ് എടുത്തുള്ളത്. അപ്പോൾ സാധാരണ നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ 5 കപ്പ് അരിയിലേക്ക് ഒരു 10 കപ്പ് വെള്ളമാണ് എടുക്കുക. 10 കപ്പല്ല, ഒരു 9-9.25 കപ്പ് വെള്ളം എടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇതിലും അതേപോലെ തന്നെ വെള്ളം എടുക്കണം. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ചിക്കൻ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്ര ഉണ്ടാവും ഏകദേശം എന്ന്. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. അപ്പോൾ 5 കപ്പ് അരിയിലേക്ക് നമ്മൾ ഏകദേശം ഒരു 8-8.5 കപ്പ് വെള്ളം മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 8.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഉണങ്ങിയ നാരങ്ങയാണ്, 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കത്തിയോണ്ട് ഒന്ന് കുത്തി കൊടുക്കുക. അങ്ങനെ വന്നാൽ ആ നാരങ്ങയുടെ ഫ്ലേവറൊക്കെ ഈ ഒരു വെള്ളത്തിൽ വരുള്ളൂ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് വേണം നാരങ്ങ ഒക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ നാരങ്ങയുടെ ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട് ചോറിൽ. എന്നിട്ട് ഇത് അടച്ച് വയ്ക്കുക. അപ്പോൾ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിന്ന് ചിക്കൻ എടുത്ത് മാറ്റാനുണ്ട്. അതുപോലെ തന്നെ ഈ വെള്ളത്തിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പൊക്കെ പാകമുണ്ടോയെന്ന്. കുറവുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. കാരണം നമ്മളിതിലേക്ക് അരി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ അരി വന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് അടച്ച് വയ്ക്കാം. കുറച്ചുകൂടെ ഒന്ന് ഈ ചിക്കൻ ഒന്ന് അതിൽ കിടന്നിട്ട് വേവട്ടെ. അപ്പോൾ ഇപ്പം വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മൾ ചിക്കന് ഈ മസാല ഒന്നും തേച്ചിട്ടില്ല എന്നാണെങ്കിൽ, തേച്ച് പിടിപ്പിക്കാതെ കുറച്ച് നേരം വെച്ചിട്ടൊന്നും ഇല്ല എന്നാണെങ്കിൽ ചിക്കൻ ഒരു ഫ്ലേവർ ഉണ്ടാവില്ല, ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ വിനാഗിരിയും ഉപ്പും അതുപോലെ കപ്സ മസാല ഒക്കെ ചിക്കൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം വെച്ചിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് ഉപ്പ് പുളി ഇതൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും, നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവും. ഇനി ഈ വെള്ളത്തിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ഇതിൽ അരി വേവിക്കുന്നുണ്ടല്ലോ, അപ്പം ആ ചോറിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ഈ വെള്ളത്തിലേക്കാണ് ചേർക്കുന്നത്. എന്നിട്ട് കഴുകി നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുള്ള അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ആ ഒരു വെള്ളം വറ്റുന്ന വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളത് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും നമ്മൾ സെപ്പറേറ്റ് ഉണ്ടാക്കുന്നതിൽ നല്ലത് ഇതുപോലെ ചിക്കൻ ആദ്യം ഇതുപോലെ വേവിച്ചെടുക്കുക. എന്നിട്ട് പിന്നെ ആ ഒരു ചിക്കൻ്റെ നല്ലൊരു മണമൊക്കെ ഉണ്ടാവും ആ ചോറിൽ. അങ്ങനെ അരി ഇട്ട് കൊടുക്കുക. അപ്പം ഒരു പാത്രത്തിൽ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഞാനിവിടെ വേറൊരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെണ്ണ അല്ലെങ്കിൽ നിങ്ങൾക്ക് മെൽറ്റായിട്ടുള്ള നെയ്യ് എടുക്കാം. നെയ്യിനേക്കാൾ നല്ലത് ബട്ടറാട്ടോ. ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ രണ്ട് വശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നതെന്നുള്ളൂ. ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട. അങ്ങനെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഹാർഡായി പോവും. ഇത് ഓൾറെഡി കുക്കായിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് വല്ലാണ്ട് ആദ്യം ചേർത്തിട്ടില്ല, കാരണം ചിലപ്പം നമുക്ക് പെട്ടെന്ന് ഉപ്പ് കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഉപ്പ് ചേർക്കുമ്പോൾ കുറച്ച് മാത്രം ചേർക്കുക. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാമല്ലോ. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക. ഒരുപാട് നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കരുത്. അങ്ങനെ വരുമ്പം ഭയങ്കര ഹാർഡായി പോകും നമ്മുടെ ചിക്കൻ. അപ്പം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നല്ല ജ്യൂസി ആയിട്ടാണ് വേണ്ടത് നമുക്ക് ചിക്കന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത പാടന്നെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യുക, അത്ര മതി. ഒരുപാട് നേരം വേണ്ട. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. അതുപോലെ അവിടെ ചോറ് അവിടെ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഞാൻ രണ്ട് വശമൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തൊരു 2 മിനിറ്റൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ടാവുള്ളൂ. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് ചിക്കന്. അതുപോലെ തന്നെ ചോറ് ഏകദേശം ഒന്ന് വെള്ളമൊക്കെ വറ്റി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. വല്ലാണ്ട് കുഴച്ച് മറിക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ അടച്ചു വയ്ക്കുക. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ കപ്സ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. അതുപോലെ ചോറൊക്കെ നന്നായിട്ട് നല്ലൊരു മണമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കപ്സ മസാല വീട്ടിൽ ഉണ്ടാക്കണം എന്നുള്ളവർക്ക് എൻ്റെ നേരത്തെ റെസിപ്പി നോക്കാം കേട്ടോ. കപ്സ മസാല ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ കപ്സ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. വളരെ സിമ്പിളാണ്. മല്ലി കുരുമുളകൊക്കെ ജീരകമൊക്കെ മതിയാകും. വേറെ സ്പെഷ്യലായിട്ടുള്ള ഒന്നും വേണ്ട. അപ്പോൾ ചൂടോട് കൂടിയിട്ട് വല്ലാണ്ട് ഇളക്കി മറിക്കേണ്ട. ചൂടാറിയ ശേഷം വേണം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ. ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ ബസ്മതി റൈസും കൂടി ആകുമ്പോൾ വല്ലാണ്ട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞൊക്കെ പോവും. അപ്പോൾ ഇതാ നമ്മുടെ കപ്സ റൈസ് അല്ലെങ്കിൽ കപ്സ അറബിക് കപ്സ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട വേറൊരു റൈസ് റെസിപ്പി തന്നെയാണ് മന്തി. അതുപോലെ കപ്സ ഇതൊക്കെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ്. അപ്പോൾ മന്തിയുടെ റെസിപ്പി ഞാൻ ഇപ്പോൾ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ ഈ കപ്സ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ സെർവ് ചെയ്യുന്നില്ല എന്നാണെങ്കിൽ ഈ ചിക്കൻ ഫ്രൈ ചെയ്തത് നമുക്ക് റൈസിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ദം ചെയ്യുന്ന പോലെ ഒന്ന് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉടനെ സെർവ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് റൈസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ചിക്കൻ വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റൈസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അരിയും എന്താ പറയുക, ആ ഒരു ചിക്കൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരും ഓരോ അരിയിലും. അപ്പോൾ അത്രയും ടേസ്റ്റാണ്. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് കപ്സ ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. മുമ്പത്തെ കപ്സ റെസിപ്പിയും ഏകദേശം ഇതുപോലെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ പിൻ്റെ കമൻറ്റായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുവരെ കപ്സ റെസിപ്പി ഒന്നും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. പുറമേ ഒരു നല്ലൊരു ബ്രൗണിഷ് കളറാണെങ്കിൽ പോലും അകത്ത് നല്ല സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ എപ്പോഴും പറയുന്നതാണ്, വീണ്ടും വീണ്ടും പറയുവാണ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതാ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു റൈസ് റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത സബ്ജക്റ്റിലേക്ക് പോവാം. ഗിവ് അവേ റിസൾട്ട്സ് ആണ് ഇപ്പോൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ ഒരു ഗിവ് അവേക്ക് ഗിഫ്റ്റ്സൊക്കെ സ്പോൺസർ ചെയ്യുന്നത് അവർ ഷോപ്പിയാണ്. റൂക്കി പെർഫ്യൂംസ് ആണ് 10 പേർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്.
അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കമൻസിൽ നിന്നാണ് നമ്മൾ 10 പേരെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ അവർ ഷോപ്പി സ്പേസ് ഐഷാസ് കിച്ചൻ കോഡ് സ്പേസ് നിങ്ങളുടെ എനി കമൻറ്റ് അങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒരുപാട് പേര് അവർ ഷോപ്പിയുടെ സ്പെല്ലിങ് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്പെസിഫിക് ടെക്സ്റ്റ് നമ്മൾ കമൻറ്റ് പിക്കർ വഴി വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൽ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മൊത്തം കമൻസിൽ നിന്നാണ് ഞാൻ ഈ 10 പേരെ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിലർ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ട്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് യൂസേഴ്സിനെ ഞാൻ ഫിൽറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ കമൻസിൻ്റെ റിപ്ലൈയും നമ്മൾ അതിലും കമൻസ് നോക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ എത്ര കമൻസ് ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള കമൻസിൽ നിന്നാണല്ലോ നമ്മളിപ്പോൾ 10 പേരെ സെലക്ട് ചെയ്യുന്നത്. അപ്പം ഇതിലിപ്പം ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ചിലപ്പം അവർ ഷോപ്പിൽ നിന്ന് ഉള്ള കമൻറ്റ് ഇടാത്തവരായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് സോറി, അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇതിൽ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് മാത്രമല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇത് GCC കൺട്രീസിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു ഗിവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ വിന്നറെ സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ വിന്നറിന് നമ്മുടെ അവർ ഷോപ്പിൽ നിന്ന് ഗിവ് അവേയിൽ പങ്കെടുക്കാത്ത ആളായിരുന്നു, സോറി കേട്ടോ. അപ്പോൾ ഇത് ആദ്യത്തെ വിന്നർ സഫാന സുലൈമാനാണ് ആദ്യത്തെ വിന്നർ. അപ്പോൾ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അവരുടെ കമൻറ്റും ശരിയാണ്. രണ്ടാമത്തെ വിന്നർ ഷമീല അഷ്റഫാണ്, കമൻറ്റ് ശരിയാണ്. എല്ലാവർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ. മൂന്നാമത്തെ വിന്നറുടെ കമൻറ്റ് അവർ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണ്, സോറി കേട്ടോ. പിന്നെ വീണ്ടും സ്വീറ്റ് റോസ് എന്ന് എഴുതിയിട്ടുള്ള ആളാണ്, അപ്പോൾ സോറി, ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വിന്നർ പാന്തർ ഗെയിമിംഗ് ഏരിയ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക, ഒരു ദിവസത്തിനകത്ത് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അടുത്ത ആളും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണ്. 3 വിന്നേഴ്സിന് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇത്രയും നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരാണ്. നാലാമത്തെ വിന്നർ ഹൈഫ അവർ ഷോപ്പി കറക്റ്റായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 4 വിന്നേഴ്സിനെ കിട്ടി. വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാണ് ഇപ്പം ലക്ക് വന്നിട്ടുള്ളത്. എന്താ ചെയ്യുക, സോറി കേട്ടോ, എല്ലാവരുടെയും സോറി. നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കാനിട്ടാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അതായത് അവർ ഷോപ്പിൻ്റെ സ്പെല്ലിങ് തെറ്റിയതുകൊണ്ടാണ്, അല്ലാണ്ട് ബാക്കിയുള്ളവരുടെ പ്രോബ്ലം അല്ല കേട്ടോ മൊത്തത്തിലുള്ള കമൻറ്റ്സ് എടുത്തിട്ടുള്ളത്. ആഷ് ആണ് നമ്മുടെ 5ാമത്തെ വിന്നർ. വീണ്ടും നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാണ് വന്നിട്ടുള്ളത്. 5 വിന്നേഴ്സിനെ കിട്ടി. 6ാമത്തെ വിന്നർ സിറാജ് സബി സാനു. അപ്പോൾ വിന്നേഴ്സ് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ലാസ്റ്റ് വന്നിട്ട് പിന്നെ ഞാൻ എന്താ പറയുക, വേറെ ആളെ സെലക്ട് ചെയ്ത ശേഷം വന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളെയാണ് സെലക്ട് ആയിട്ടുള്ളത് കമൻറ്റ് പിക്കർ വഴി. അതാ വീണ്ടും വന്നത് അതുതന്നെയാണ്. എല്ലാവരും സോറി, എനിക്ക് ഭയങ്കര വിഷമമാവുന്നുണ്ട് എല്ലാം കൂടി കണ്ടിട്ട്. നാസി അൻസിയാണ് നമ്മുടെ 7ാമത്തെ വിന്നർ. വീണ്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളാണ്. ഇത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും വിഷമാവും, എനിക്കറിയാം. എന്താ ചെയ്യുക, എനിക്ക് വേറൊരു ചാൻസും ഇല്ല. പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളാണ് വീണ്ടും വന്നിട്ടുള്ളത്. അയ്യോ, അതും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളാണ്. മൈ ഗോഡ്, എല്ലാവരുടെയും കമൻസ് കണ്ടിട്ട് സങ്കടം വരുന്നുണ്ട്. ഒന്നും ചെയ്യാൻ വയ്യ കേട്ടോ എനിക്ക്. നസീബ ഐഷ റൌഫാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും എനിക്ക് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് അയച്ചു തരാം. എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ടാനിഷ് TKV ആണ് നമ്മുടെ 9ാമത്തെ വിന്നർ. ഇനി ലാസ്റ്റത്തെ വിന്നർ ആരാന്ന് നോക്കാം. ഇറ്റ്സ് മീ ഹിയർ ആണ് നമ്മുടെ 10ാമത്തെ വിന്നർ. അപ്പോൾ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് കേട്ടോ. അപ്പം ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.